സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റി പുനഃസംഘടിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. സംസ്ഥാന സർക്കാർ അയച്ച പുനഃസംഘടനാ പട്ടിക കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തിരിച്ചയച്ചു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ സമിതികൾ പുനഃസംഘടിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം പട്ടിക നിരസിച്ചത്. സമിതികളിലേക്ക് കേരളം നിർദ്ദേശിച്ച പലർക്കും മതിയായ യോഗ്യതകളില്ലെന്ന വാദം ബലപ്പെടുത്തുന്നതാണ് കേന്ദ്രത്തിന്റെ നടപടി. പരിസ്ഥിതി അനുമതിക്കായി പാറമട ഉടമകൾ മുതൽ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ വരെ സമീപിക്കേണ്ട ഏജൻസികളാണ് സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിയും എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയും. സംസ്ഥാന പരിസ്ഥിതി വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ കമ്മിറ്റിയിലേക്കുള്ള നിയമനം ഏറെ സൂക്ഷ്മതയോടെ വേണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ 5-അംഗ ബെഞ്ച് ജൂലൈ 17 പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന 2 സമിതികളും പുനഃസംഘടിപ്പിക്കേണ്ട സമയമായതോടെയാണ് സർക്കാർ പുതിയ അംഗങ്ങളുടെ പട്ടിക കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയത്തിന് കൈമാറിയത്. ഒക്ടോബർ 24 ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം കത്തയച്ചു. എന്നാൽ നവംബർ 10 സംസ്ഥാന സർക്കാരിന്റെ പട്ടിക കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം തിരിച്ചയച്ചു. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം ഡയറക്ടർ PB റസ്തോഗി ഇത് സംബന്ധിച്ച് അയച്ച കത്തിന്റെ പകർപ്പാണിത്. 2 പ്രധാന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ നൽകിയ പട്ടിക കേന്ദ്രം നിരസിച്ചത്. പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിയിലെയും എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയിലെയും അംഗങ്ങളുടെ ബയോഡേറ്റ നിയമപരമല്ല. കേന്ദ്ര സർക്കാരിന്റെ 2006 വിജ്ഞാപന പ്രകാരമായിരിക്കണം അംഗങ്ങളെ ശുപാർശ ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ പട്ടിക നിലനിൽക്കില്ലെന്ന് ഉറപ്പായി. പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിയിലേക്ക് മുൻ കോളേജ് അധ്യാപകനും പുതുപ്പള്ളി സ്വദേശിയുമായ ഡോക്ടർ KP ജോയിയാണ് ശുപാർശ ചെയ്തത്. മറ്റൊരു കോളേജ് അധ്യാപിക ഡോക്ടർ J സുഭാഷിണിയാണ് സമിതിയിലെ ഒരംഗം. എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയിലേക്ക് 14 അംഗങ്ങളെയും ശുപാർശ ചെയ്തിരുന്നു. ഇവരുടെയൊക്കെ യോഗ്യത സംബന്ധിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പട്ടിക നിരസിച്ചതെന്നും സൂചനയുണ്ട്. S വിജയകുമാർ, റിപ്പോർട്ടർ, കൊച്ചി.